ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ വീട്ടിലെത്തിയ ശേഷം അവിടുത്തെ ആകാശങ്ങളൊക്കെ കണ്ട് സൂര്യക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. പത്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കലും അങ്ങനെയുള്ള എല്ലാ സന്തോഷത്തിലുമാണ്. നന്ദിനി ഇല്ലാത്ത എല്ലാ സന്തോഷവും പത്മ ആഘോഷിക്കുമ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് നന്ദിനിയെക്കുറിച്ച് ഓർക്കുകയാണ്. അപ്പോഴാണ് രാജുവേട്ടൻ വന്ന് വിഷമത്തോടു കൂടി കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് സൂര്യനെ കണ്ടപ്പോൾ പത്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എന്താടാ കരുതിയത്? നന്ദിനി ഇല്ലാതെ ഞങ്ങളോടൊപ്പം നീ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിൽക്കണം, ഫാമിലി ഫോട്ടോയിൽ നിൽക്കണം. ഈ പത്മയോടാണോ നിൻ്റെ കളി? നന്ദിനി ഇല്ലാതെ തന്നെ ഈ ചടങ്ങ് ഞാൻ ഗംഭീരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ നടത്തും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യയുടെ മുഖത്ത് നോക്കി അമ്മ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ആളുകളുടെ ഇടയിൽ സൂര്യക്ക് അമ്മയോട് വഴക്കിടാതെ സൂര്യ മിണ്ടാതെ ഫാമിലി ഫോട്ടോയിൽ നിൽക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ സൂര്യ അവരറിയാതെ ഫോട്ടോഗ്രാഫറോട് പറയുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് കരുതി ഫാമിലി ഫോട്ടോയിൽ എന്നെ ഉൾപ്പെടുത്തരുത്. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് ചെറിയൊരു സിഗ്നൽ തന്നാൽ മതി, ഞാൻ അവിടെ നിന്നും മാറിക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ ഫോട്ടോഗ്രാഫറോട് സൂര്യ പറഞ്ഞേൽപ്പിക്കുകയാണ്. എന്നിട്ട് പത്മയും ഇന്ദ്രനും വിജയനും ഇന്ദ്രജയും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ സൂര്യയും നിൽക്കുകയാണ്. എന്നിട്ട് ഫോട്ടോഗ്രാഫർ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത്, റെഡി എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ സൂര്യ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫാമിലി ഫോട്ടോയിൽ സൂര്യ ഉൾപ്പെടുന്നില്ല, നന്ദിനി ഇല്ലാത്ത ഫാമിലി ഫോട്ടോയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് സൂര്യ. അപ്പോൾ പത്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല, ഫാമിലി ഫോട്ടോയിൽ സൂര്യ ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടോ പത്മ കരുതുന്നത്. അങ്ങനെ ഫോട്ടോഗ്രാഫർ സൂര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. സമയം ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നന്ദിനി ശ്രമിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകളെ നോക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി ഒച്ചയുണ്ടാക്കാതെ എണീക്കുകയാണ്. എന്നിട്ട് ഗുണ്ടകൾ കള്ളു കുടിച്ച് ആ കുപ്പി അവിടെ ഇരിക്കുമ്പോൾ, ഒരു പൊട്ടിയ കുപ്പി ഇരിക്കുന്നത് കാണുമ്പോൾ നന്ദിനി ആ കുപ്പി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കയ്യിലുള്ള കെട്ട് നന്ദിനി ആ കുപ്പിച്ചില്ല് വഴി പൊട്ടിക്കുകയാണ്. എന്നിട്ട് കയ്യിൽ ഗുണ്ടകൾ കെട്ടിവെച്ചിരിക്കുന്ന ആ കയറ് കുപ്പി ഉപയോഗിച്ച് നന്ദിനി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ നന്ദിനി ആ ഗോഡൗണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന പെട്ടികളൊക്കെ താഴേക്ക് വീഴുന്നത്. ആ ഒരു സൗണ്ട് കേട്ട് ഗുണ്ടകൾ എല്ലാവരും ഉണരുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി ഓടി രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് എത്തിയ ശേഷം ഗുണ്ടകൾ തൊട്ടു പുറകെയായിട്ട് നന്ദിനിയുടെ ഒപ്പം വരികയാണ്. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഗുണ്ടകൾ വന്ന് നന്ദിനിയെ വളയുകയാണ് കേട്ടോ. അതോടുകൂടി നന്ദിനി പറയുകയാണ്, എന്നെ വെറുതെ വിടണം, നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിവെച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞ് നന്ദിനി അവരോട് യാചിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോയി വീണ്ടും കൈകൾ രണ്ടും കെട്ടിവെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയെ അവർ കെട്ടിയിട്ട ശേഷം മുഖം ഒരു മാസ്ക് വെച്ച് അവർ ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പോൾ ശ്വാസം കിട്ടാതെ നന്ദിനി കിടന്ന് പെടയുകയാണ് കേട്ടോ. എന്നിട്ട് അവർ നന്ദിനിയുടെ മുഖത്തെ മാസ്ക് മാറ്റിയ ശേഷം, എന്തുപറ്റി, ശ്വാസം കിട്ടാതെ പെടയുകയാണ്, നിന്നെ ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും കൊന്നു കളയില്ല, നിന്നെ വെച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, നിന്റെ ഭർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ ശേഷം അയാളുടെ മുന്നിൽ വെച്ചാണ് നിന്നെ ഞങ്ങൾ അന്ത്യം കുറിക്കുക എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് നന്നായിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ഈ സമയം പത്മയുടെ വീട്ടിൽ വന്നവർക്കൊക്കെ ഭക്ഷണം കഴിച്ച ശേഷം അവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സൂര്യയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് സൂര്യ പറയാണ്, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞ് സൂര്യ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ യതീന്ദ്രനും പറയാണ്, എനിക്കും വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറയുമ്പോൾ, എന്തുപറ്റി, നന്ദിനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടാളും പണി കിടക്കുകയാണ്, ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയ്ക്കധികം ത്യാഗം ചെയ്യണോ എന്നൊക്കെ ഇന്ദ്രജ ചോദിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ, ഞങ്ങൾക്ക് വിശപ്പില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് യതീന്ദ്രൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പത്മയോട് പറയുകയാണ്, അച്ഛൻ കണ്ടില്ലേ, അവൾക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്യുന്നു, അമ്മയ്ക്ക് വേണ്ടി ഇത്രയ്ക്കൊന്നും കരുതൽ അച്ഛൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പത്മ ദേഷ്യം പിടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സൂര്യ ആ ഓട്ടോ തേടി റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ആ നമ്പറിലുള്ള ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ ഓട്ടോ വരുന്നത്. സൂര്യ ആ ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ്. അപ്പോൾ അതിലെ യാത്രക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അയാൾ പറയുകയാണ്, ഇതിലിപ്പോൾ യാത്രക്കാരുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിതിൽ കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്, ഇവരെ നിങ്ങൾ ഇറക്കി വിടണം, അവർ മറ്റേതെങ്കിലും ഓട്ടോയിൽ പോയിക്കോളും, എനിക്ക് അത്യാവശ്യമായിട്ട് ഈ ഓട്ടോ വേണമെന്ന് പറയുമ്പോൾ, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി ഈ യാത്രക്കാരെ എങ്ങനെ ഞാൻ ഇറക്കി വിടും, അത് ശരിയല്ല എന്ന് പറയട്ടെ. അങ്ങനെ ആ യാത്രക്കാരനോട് സംസാരിക്കാൻ പറയണം. അപ്പോൾ അയാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാനിതിൽ നിന്നും ഇറങ്ങില്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ച ഓട്ടോ എങ്ങനെ നിങ്ങൾക്ക് വിട്ടുതരുന്നത്,
അപ്പോൾ സൂര്യ കുറച്ച് പൈസ എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു കാർ തന്നെ വിളിച്ച് പോയിക്കോളൂ, പക്ഷേ എനിക്കിത് അത്യാവശ്യമാണ്, ഈ ഓട്ടോ എനിക്കിപ്പോൾ കിട്ടിയേ മതിയാവൂ, നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് സൂര്യയുടെ കയ്യിലുള്ള കുറേ കാശ് അയാൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. കാശ് കണ്ടതോടുകൂടി അയാൾ പറയുകയാണ്, എങ്കിൽ ശരി, ഞാൻ മറ്റേതെങ്കിലും വണ്ടി വിളിച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞ ശേഷം ഡ്രൈവർ പറയുകയാണ്, എൻ്റെ പാസഞ്ചറെ നിങ്ങൾ ഇറക്കി വിട്ടാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് കാശ് കിട്ടുക? അപ്പോൾ സൂര്യ ആ ഓട്ടോക്കാരനും കുറേ കാശ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, എത്ര വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എന്നോടൊപ്പം അത്യാവശ്യമായിട്ട് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വരണം എന്ന് പറയട്ടോ. കാശ് കണ്ടതോടുകൂടി ആ ഓട്ടോക്കാരൻ സൂര്യയോടൊപ്പം പോവുകയാണ്. ഞാൻ പത്മയുടെ വീട്ടിലേക്ക് എല്ലാവരും എത്തുകയാണ്. അപ്പോഴത്തേക്കും പത്മ റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പത്മയെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് പത്മ, ഇപ്പം ശരിക്കും കല്യാണ പെണ്ണിനെ പോലെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്മയെ പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ആളുകൾ പറയുകയാണ്, അല്ല യതീന്ദ്രൻ എവിടെ, ആദ്യ മണ്ഡപത്തിലേക്ക് വരേണ്ടത് യതീന്ദ്രനല്ലേ, യതീന്ദ്രൻ എവിടെ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഇന്ദ്രജയും വിജയനും പറയുകയാണ്, അങ്കിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ വരും എന്ന് പറയണം. അങ്ങനെ വിജയനും ഇന്ദ്രജയും യതീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും മാറാതെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് യതീന്ദ്രൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയാണ്, എന്താ അച്ഛൻ ഈ കാണിക്കുന്നത്, അച്ഛൻ ഈ പുതിയ ഡ്രസ്സ് ഇട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്, ആളുകളെല്ലാവരും എത്തി, അച്ഛനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അച്ഛൻ എന്തായാലും ഡ്രസ്സ് മാറണം എന്ന് പറയട്ടോ. അങ്ങനെ വിജയനും ഇന്ദ്രജയും നിർബന്ധിച്ച് യതീന്ദ്രനെ കൊണ്ട് പുതിയ ഡ്രസ്സ് ഇടിപ്പിക്കുകയാണ്. നന്ദിനി ഉണരുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും നോക്കുകയാണ്. അപ്പോൾ ഗുണ്ടകളൊക്കെ അവിടെ ഓരോ സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എന്തോ ഒരു മയക്കുമരുന്ന് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് നന്ദിനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നന്ദിനി മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു അപകടവും കൂടാതെ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടണം, എൻ്റെ സൂര്യ സാറിന് വേണ്ടി ഞാൻ രക്ഷപ്പെടണം. എൻ്റെ സൂര്യ സാർ ഇപ്പോൾ എന്നെ കാണാഞ്ഞിട്ട് എല്ലായിടത്തും പരക്കം പാഞ്ഞ് തിരഞ്ഞു നടക്കുന്നുണ്ടാവും. എൻ്റെ സൂര്യ സാറിൻ്റെ മുന്നിലേക്ക് സൂര്യ സാറിന് വേണ്ടി ഞാൻ ഒരു അപകടവും കൂടാതെ എത്തണം എന്ന് മനസ്സിൽ ചിന്തിക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഒന്ന് മയങ്ങുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി അവിടെ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്നൊരു ഗുണ്ട വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണാവോ, നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പോൾ നന്ദിനി പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്ന്. അപ്പോൾ നന്ദിനി പെട്ടെന്ന് പറയണം, അത് പിന്നെ എനിക്ക് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയാണ്. ബാത്റൂമിലേക്ക് പോകാൻ അങ്ങനെ തനിച്ചു വന്നാൽ ശരിയാവില്ലല്ലോ, പറയണം, ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും എന്തും ചെയ്യാൻ പറ്റൂ. ആദ്യം നീ ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല. ഞങ്ങളെ കണ്ണുവെട്ടിച്ച് നിനക്കൊരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ നിനക്ക് ബാത്റൂമിലേക്ക് പോകണം അല്ലേ, എങ്കിൽ എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞ് നന്ദിനിയും കൊണ്ട് ബാത്റൂമിൻ്റെ അവിടേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് നന്ദിനിയുടെ കൈയൊക്കെ കെട്ടിവെച്ചതുകൊണ്ട് നന്ദിനി അങ്ങനെ കയറുമ്പോൾ കൈ അയക്കണ്ടേ എന്ന് പറഞ്ഞ് കയ്യിലെ കെട്ടഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദിനി ബാത്റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ കതക് കുറ്റിയിട്ട ശേഷം നന്ദിനി അവിടെയൊക്കെ നോക്കുകയാണ്, ഇതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ നന്ദിനി പെട്ടെന്ന് കതക് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ ഫോണിൽ മറ്റാരോടോ സംസാരിക്കുന്നത് നന്ദിനി കാണുകയാണ്. അപ്പോഴാണ് നന്ദിനിക്ക് അവിടെ തൊട്ടരികിൽ ഒരു വടി ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നന്ദിനി സൗണ്ട് ഉണ്ടാക്കാതെ ആ വടി എടുക്കുകയാണ്. എന്നിട്ട് പുറകിലൂടെ ചെന്ന് അയാളുടെ തലക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുകയാണ്. അതോടുകൂടി അയാൾ ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നന്ദിനി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് അലറുന്ന ആ ഒരു സൗണ്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഗുണ്ടകൾ കേൾക്കുകയാണ്. അങ്ങനെ അവർ അയ്യോ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഈ ഒരു ഗുണ്ട കടികിട്ടി ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയണം. അങ്ങനെ ഈ ഗുണ്ടയെ മറ്റൊരാൾ വന്ന് അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് അയാളുടെ തലയൊക്കെ കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനിയുടെ പുറകെ മറ്റു ഗുണ്ടകളൊക്കെ ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ പിടുത്തം കൊടുക്കാതെ നന്ദിനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവിടെ ഒരു സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവർ ബൈക്കിലൂടെ വരികയാണ് കേട്ടോ. എന്നിട്ട് ആ പെണ്ണ് എവിടെ പോയി, എവിടേക്കാണ് രക്ഷപ്പെട്ടത്, ഇനിയിപ്പോൾ ആ പെണ്ണ് രക്ഷപ്പെട്ടത് അറിഞ്ഞാൽ ഭയ്യയോട് നമ്മളാവും സമാധാനം പറയേണ്ടി വരിക, നമുക്ക് കണക്കിന് കിട്ടും, അതുകൊണ്ട് അവളെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ, എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നന്ദിനിയുടെ പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷേ നന്ദിനി ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നില്ല. ഈ സമയം സൂര്യ പാർസൽ വാങ്ങി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ലൊക്കേഷനിലേക്കാണ് ആ ഓട്ടോയുമായിട്ട് സൂര്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ ചെക്കിങ്ങിന് വേണ്ടി പോലീസുകാരെല്ലാവരും ഓരോ വാഹനവും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യാൻ കേട്ടോ. അത് കണ്ടതോടുകൂടി സൂര്യ ഒന്ന് പേടിക്കുന്നുണ്ട്. സൂര്യയുടെ കയ്യിലുള്ളത് അത്ര
അത്രയും വില കൂടിയ മയക്കുമരുന്നാണോ എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകും. എനിക്ക് പിന്നെ നന്ദിനിയെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ചിന്തയോടു കൂടിയാണ് സൂര്യ ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു ബൈക്കിൽ ഒരു പയ്യൻ വരുന്നത്. ആ പയ്യനെ പോലീസുകാർ പെട്ടെന്ന് പിടിക്കുകയാണ്. അപ്പോൾ അയാളുടെ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ആ ആൾ രക്ഷപ്പെടുകയാണ്. അതോടുകൂടി പോലീസുകാർ പയ്യൻ്റെ പുറകെ ഓടുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ സൂര്യ പെട്ടെന്ന് ഓട്ടോയിൽ നിന്നും ഇറങ്ങി സൂര്യയും ഓടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരൻ സൂര്യ ഇറങ്ങുന്നതും ഓടിപ്പോകുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്നും സൂര്യ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ പോലീസുകാർക്ക് സംശയം വരികയാണ്. ആ വാഹനം പരിശോധിച്ചിട്ട് പോലുമില്ല, എന്നിട്ട് എന്തിനാണ് അതിൽ നിന്നും അയാൾ ഓടിപ്പോകുന്നത്? അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്, അവനെ ഇപ്പം തന്നെ പിടിക്കണമെന്ന് പറഞ്ഞ് പോലീസുകാർ സൂര്യയോടൊപ്പം ഓടുകയാണ്. അങ്ങനെ സൂര്യയും നന്നായിട്ട് തന്നെ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം ഇപ്പുറത്ത് നന്ദിനിയും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സൂര്യ ഒരു ഭാഗത്തെത്തുകയാണ്. അപ്പോൾ നന്ദിനി ആണെങ്കിലോ മറുഭാഗത്ത് ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. സൂര്യ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോകുന്ന സമയത്താണ് ഒരു ലോറിയിൽ നിറയെ ചരക്കുമായിട്ട് ഒരു ലോറി നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ലോറിയുടെ അകത്ത് അലമാറയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള സാധനങ്ങളാവട്ടോ ഉണ്ടാവുക. അങ്ങനെ പെട്ടെന്ന് തന്നെ സൂര്യ ആ ലോറിയിലേക്ക് കയറി അതിലെ അലമാറയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാർ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അവിടെ എല്ലായിടത്തും തിരയുകയാണ്. അപ്പോൾ സൂര്യയെ കാണുന്നില്ല. അങ്ങനെ പോലീസുകാർ തിരിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്കും ആ ലോറിയിലുള്ള ആൾ ചായ കുടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ആ ലോറി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ ലോറിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഈ ചരക്ക് ഒരു ഗോഡൗണിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഗോഡൗൺ എവിടെയാണെന്നുള്ളത് ആളുകളോടൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇന്ന സ്ഥലത്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ലോറിയുമായിട്ട് പോകുന്ന സമയത്താണ് അവിടെ ലോറി നിർത്തി ആ ഗുണ്ടകളോടാണ് കേട്ടോ പിന്നീട് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദിനിയും അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആ ലോറിയിൽ എഡ്ജ് തുറന്ന് അതിലാണ് കേട്ടോ നന്ദിനി ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ മുന്നിൽ തന്നെ സൂര്യയും ആ ലോറിയിൽ അലമാറയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരേ വാഹനത്തിൽ ഒരേ സ്ഥലത്തേക്കാണ് ഇനി ഒരുമിച്ച് പോകുന്നത്. പക്ഷേ സൂര്യ അതിലുള്ളതും നന്ദിനി ഇപ്പുറത്തുള്ളതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. അങ്ങനെ ഗുണ്ടകൾക്ക് ഈ അഡ്രസ്സ് ലോറിക്കാരൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഗോഡൗണിലേക്കുള്ള ചരക്കാണല്ലോ, ഞങ്ങളോടൊപ്പം നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ഗുണ്ടകൾ ആ ലോറിക്കാരനുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് എവിടെ പോയി രക്ഷപ്പെട്ടെന്നാവോ, ആ പെണ്ണിനെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ അവർ സ്വയം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ചരക്കുമായിട്ട് അവർ നേരെ അവരുടെ ഗോഡൗണിലേക്ക് ചെല്ലുന്നത്. ഇങ്ങനെ ഗുണ്ടകൾ ലോറിയിൽ നിന്നും അലമാറയും ഫ്രിഡ്ജും ഒക്കെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതെന്താ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഈ ഫ്രിഡ്ജിനും ഈ അലമാറയ്ക്കും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ലോറിയിൽ നിന്നും അലമാറയും ഫ്രിഡ്ജൊക്കെ ഇറക്കി അവരുടെ ഗോഡൗണിലേക്ക് കയറ്റുന്നത്. പിന്നെ നന്ദിനിയും സൂര്യയും ഈ ഗുണ്ടകളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ വന്നുപെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.